ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഫംഗ്ഷൻ, എന്താണ് അതിന്റെ യൂസ് എന്നൊക്കെ നമുക്ക് നോക്കാം. ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് വിത്ത് ദ ഫംഗ്ഷൻ കീവേഡ്. ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഫോളോഡ് ബൈ എ നെയിം, അതായത് ഫംഗ്ഷൻ അതിനുശേഷം നമുക്ക് എന്ത് കൊടുക്കണം? ഫംഗ്ഷന്റെ നെയിം ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഫോളോഡ് ബൈ പാരന്തസിസ്. അപ്പോൾ ആദ്യം നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫംഗ്ഷന്റെ നെയിം എന്താണോ അത് കൊടുക്കുക. നമുക്ക് ഇഷ്ട നെയിം യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം പാരന്തസിസ് ഓപ്പൺ ചെയ്യാം. ഫംഗ്ഷൻ നെയിംസ് ക്യാൻ കണ്ടെയ്ൻ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർസ് ആൻഡ് ഡോളർ സൈൻസ്. അതായത് നമ്മൾ വേരിയബിൾസിന്റെ കേസിൽ പറഞ്ഞല്ലേ, റൂൾസ് കുറച്ചുണ്ടായിരുന്നു വേരിയബിൾ നെയിം കൊടുക്കുമ്പോഴേ. അതേപോലെ തന്നെയാണ് ഫംഗ്ഷന് നെയിം കൊടുക്കുമ്പോഴും അതേ റൂൾസ് ഫോളോ ചെയ്യാം. ദ പാരന്തസിസ് മേ ഇൻക്ലൂഡ് പാരാമീറ്റർ നെയിംസ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ഇതാണ് സിന്റാക്സ്. അതിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ആദ്യം യൂസ് ചെയ്യുക, ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് ആദ്യം യൂസ് ചെയ്യണം. അതിനുശേഷം എന്താണ് കൊടുക്കേണ്ടത്? ഫംഗ്ഷന്റെ നെയിം ആണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് എത്ര പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ അതിനുള്ളിൽ കൊടുക്കുന്നത്, അതിനനുസരിച്ച് കോമ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യാം. ഇതിലാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് കൊടുക്കേണ്ടത്. അതിനുശേഷം കേർലി ബ്രേസ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഫംഗ്ഷന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫംഗ്ഷന്റെ സിന്റാക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫംഗ്ഷന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ എഴുതുകയാണ്. ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ ഇതേ കോഡ് തന്നെ എനിക്ക് വീണ്ടും ഈ ഒരു സ്ഥലത്തും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതന്നെ വീണ്ടും ടൈപ്പ് ചെയ്യണം. പക്ഷെ അതിന് പകരം ഈ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഇതേ കോഡ് തന്നെ വീണ്ടും നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് കോൾ ചെയ്താൽ മതി. ഇതേ ഇത് കോഡിനെ കോൾ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇത് എന്താ കോഡ്, അതിന്റെ ലെങ്തിനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു കോഡിനെ വീണ്ടും വീണ്ടും, അതായത് റീയൂസബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ നമ്മൾ വീണ്ടും വീണ്ടും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് ആണ് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ സിന്റാക്സ് നോക്കി. അടുത്തത് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ആർ ലിസ്റ്റഡ് ഇൻസൈഡ് ദി പാരാമീറ്റേഴ്സ് ഇൻ ദി ഫംഗ്ഷൻ ഡെഫിനേഷൻ. ഈ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് എവിടെ ഉണ്ടായിരിക്കുക? അത് കണ്ടില്ലേ, ഈ ഒരു പാരന്തസിന്റെ ഉള്ളിലായിരിക്കും ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കുക. ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് ആർ ദി വാല്യൂസ് റിസീവ്ഡ് ബൈ ദി ഫംഗ്ഷൻ വെൻ ഇറ്റ് ഈസ് ഇൻവോക്ഡ്. ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അപ്പൊ മാത്രമാണ് അത് റിസീവ് ചെയ്യുള്ളൂ, അത് വാല്യൂസ് റിസീവ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ നോക്കാം. ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഇത് കണ്ടോ, ഇതാണ് ഒരു ഫംഗ്ഷൻ ഫോർ മൈ ഫംഗ്ഷൻ 4,3. അപ്പൊ ഇതാണ് എന്ത്? ഇതിലുള്ള ആർഗ്യുമെന്റ്സ്. ഇതാണ് ആർഗ്യുമെന്റ്സ്. അപ്പൊ നമ്മൾ ഇവിടെ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഫംഗ്ഷനിലോട്ട് പോകുള്ളൂ. ഇവിടെ ജസ്റ്റ് ഇത് കണ്ടില്ലേ, ഇത് ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പൊ എപ്പോഴും നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നേരെ എങ്ങോട്ടാണ് പോവുക? ഇങ്ങോട്ടാണ് പോവുക. അപ്പൊ ഇവിടെ എന്തുണ്ട്? P1 P2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വേരിയബിൾസ് ഉണ്ട്, രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോ ഈ ഇവിടുന്ന് പോകുന്ന രണ്ട് വാല്യൂസ് എവിടെ സ്റ്റോർ ചെയ്യും? ഇവിടെ ഒന്നാമത്തെ വാല്യൂ 4 എന്ന് പറയുന്ന P1ലും രണ്ടാമത്തെ വാല്യൂ P2ലും സ്റ്റോർ ചെയ്യും. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഫംഗ്ഷന്റെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഫംഗ്ഷൻ എപ്പോഴാണോ കോൾ ചെയ്യുന്നത് അപ്പൊ മാത്രമേ അത് ആ ഒരു ഫംഗ്ഷൻ കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇവിടെയും ഇതേ കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ എന്ത് കൊടുത്താൽ മതി? മൈ ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. അതായത് മൈ ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. വാല്യൂസ് വേണമെങ്കിൽ മാറ്റി കൊടുക്കുക. 10,2 ആകുമ്പോൾ ഇത് എപ്പോഴാണ് കോൾ ചെയ്യുന്നത് അപ്പൊ നേരെ ഇങ്ങോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? P1ൽ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്യും? 10 സ്റ്റോർ ചെയ്യും. അതുപോലെ P2ൽ 2 സ്റ്റോർ ചെയ്യും. അപ്പൊ ഇതാണ് ഫംഗ്ഷന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനുള്ളിലോട്ട് ഇപ്പൊ P1നും P2നും എന്ത് കിട്ടിയിട്ടുണ്ട്? വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. 10 × 2 അല്ലെങ്കിൽ 4 × 3 എക്സിക്യൂട്ട് ചെയ്യും. അത് റിട്ടേൺ ചെയ്യും. നേരെ ഇങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ.
അതായത് ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തു അല്ലെ, ഫംഗ്ഷനെ കോൾ ചെയ്താൽ നേരെ ഇവിടുന്ന് എങ്ങോട്ടാണ് പോവുക, ഇങ്ങോട്ടാണ് പോവുക. എന്നിട്ട് ഈ P1 4 എന്ന് പറയുന്ന വാല്യൂ വരും, P2 3 എന്ന് പറയുന്ന വാല്യൂ വരും. അതിനുശേഷം ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം മാത്രമാണ് പുറത്തേക്ക് കിടക്കുള്ളൂ. അപ്പൊ ഇവിടെ P1 × P2 ഉണ്ട്, അപ്പൊ 4 × 3 എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്യും. എന്നിട്ട് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ കീവേഡ് കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ. അപ്പൊ നേരെ നമുക്ക് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് അങ്ങോട്ട് പോകുക, ഇങ്ങോട്ടാണ് പോവുക. അപ്പൊ ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഈ വേരിയബിളോട്ട് എന്ത് സ്റ്റോർ ചെയ്യും, ഈ ഒരു ഇതിലുള്ള വാല്യൂ എന്താണോ അതാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ എന്താണ് റിസൾട്ട് വന്നിട്ടുള്ളത് അത് ഇവിടെ സ്റ്റോർ ചെയ്യും. അപ്പൊ അതായിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഫംഗ്ഷൻസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്തെന്ന് വെച്ചാൽ, നമുക്കൊരു കോഡ് വീണ്ടും വീണ്ടും എഴുതുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് എപ്പോഴൊക്കെ അത് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് അതിനെ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിന്റാക്സ് ഉണ്ട്, അത് ഓർത്ത് വെക്കണം. ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഫംഗ്ഷൻ നെയിം, അതിനുശേഷം പാരന്തസിസ് ഓപ്പൺ ചെയ്യുക, അതിനുള്ളിൽ കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.